ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്ന് 22-ാം അധ്യായം 1 മുതൽ 18 വാക്യങ്ങൾ. അക്കാലത്ത് ദൈവം അബ്രഹാമിനെ പരീക്ഷിച്ചു. അവിടുന്ന് അദ്ദേഹത്തെ അബ്രഹാം അബ്രഹാം എന്ന് വിളിച്ചു. ഇതാ ഞാൻ, അബ്രഹാം പ്രതിവചിച്ചു. അവിടുന്ന് അദ്ദേഹത്തോട് കൽപ്പിച്ചു, നീ സ്നേഹിക്കുന്നവനും നിന്റെ ഏകപുത്രനുമായ ഇസഹാക്കിനെ മോറിയയിലേക്ക് കൊണ്ടുപോയി ഞാൻ കാണിച്ചു തരുന്ന മലയുടെ മുകളിൽ അവനെ ഹോമബലിയായി അർപ്പിക്കുക. അബ്രഹാം അതിരാവിലെ എഴുന്നേറ്റ് തൻ്റെ കഴുതയ്ക്ക് ജീനിയിട്ട് 2 ദാസന്മാരെയും പുത്രനായ ഇസഹാക്കിനോടുകൂടി ഹോമത്തിനുള്ള വിറകും കീറി ദൈവം നിർദ്ദേശിച്ച സ്ഥലത്തേക്ക് പുറപ്പെട്ടു. 3-ാം ദിവസം അദ്ദേഹം ശിരസ്സുയർത്തി നോക്കിയപ്പോൾ ആ സ്ഥലം ദൂരെ കണ്ടു. അദ്ദേഹം ദാസന്മാരോട് പറഞ്ഞു, നിങ്ങൾ ഈ കഴുതയുടെ അടുക്കൽ ഇവിടെ ഇരിക്കുവിൻ. ഞാനും കുട്ടിയും അവിടെ പോയി ആരാധന നടത്തി നിങ്ങളുടെ പക്കലേക്ക് മടങ്ങി വരാം. അബ്രഹാം ഹോമബലിക്ക് വേണ്ട വിറകുമെടുത്ത് പുത്രനായ ഇസഹാക്കിന്റെ തലയിൽ വെച്ചു കൊടുത്തു. തീയും കത്തിയും അദ്ദേഹം തന്നെ കയ്യിലെടുത്തു. അവരിരുവരും ഒന്നിച്ച് മലയിലേക്ക് പുറപ്പെട്ടു. തത്സമയം ഇസഹാക്ക് തൻ്റെ പിതാവിനെ അച്ഛ എന്ന് വിളിച്ചു. എന്താ മകനെ എന്ന് അബ്രഹാം ചോദിച്ചു. അവൻ പറഞ്ഞു, ഇതാ തീയും വിറകുമുണ്ട്, എന്നാൽ ഹോമബലിക്കുള്ള കുഞ്ഞാടെവിടെ? അബ്രഹാം മറുപടി നൽകി, എൻ്റെ മകനെ, ഹോമബലിക്കുള്ള കുഞ്ഞാടിനെ ദൈവം തരും. അവരെങ്ങനെ മുന്നോട്ട് പോയി. ദൈവം അദ്ദേഹത്തിന് നിർദ്ദേശിച്ചു കൊടുത്തിരുന്ന സ്ഥലത്ത് അവരെത്തി. അവിടെ അബ്രഹാം ഒരു ബലിപീഠമുണ്ടാക്കി, അതിന്മേൽ വിറക് നിരത്തി. അനന്തരം അദ്ദേഹം തൻ്റെ മകൻ ഇസഹാക്കിനെ വേദിച്ച് ബലിപീഠത്തിൽ അടക്കിയിരിക്കുന്ന വിറകിന് മീതെ കിടത്തി. അദ്ദേഹം തൻ്റെ പുത്രനെ ബലി കഴിക്കാൻ കൈ നീട്ടി കത്തിയെടുത്തു. ഉടനെ ആകാശത്ത് നിന്ന് ഒരു ദൈവദൂതൻ അബ്രഹാം അബ്രഹാം എന്ന് വിളിച്ചു. ഇതാ ഞാൻ, അബ്രഹാം പ്രതിവചിച്ചു. ദൈവദൂതൻ അദ്ദേഹത്തോട് പറഞ്ഞു, കുട്ടിയുടെ മേൽ കൈവയ്ക്കരുത്, അവനോട് ഒന്നും ചെയ്യരുത്. നിനക്കുള്ള ഒരേയൊരു മകനെ പോലും എനിക്ക് കാഴ്ചവെക്കാൻ മടിക്കാതിരുന്നതിനാൽ നീ ദൈവത്തെ ഭയപ്പെടുന്നെന്ന് ഇപ്പോഴെനിക്ക് മനസ്സിലായിരിക്കുന്നു. അബ്രഹാം ചുറ്റും നോക്കിയപ്പോൾ തൻ്റെ പിറകിൽ മുൾച്ചെടികളുടെ ഇടയിൽ കൊമ്പുകൾ ഉടക്കി കിടക്കുന്ന ഒരു മുട്ടനാടിനെ കണ്ടു. അദ്ദേഹം അതിനെ പിടിച്ച് സ്വപുത്രന് പകരം ഹോമബലി അർപ്പിച്ചു. കർത്താവിന്റെ ദൂതൻ വീണ്ടും ആകാശത്ത് നിന്ന് അബ്രഹാത്തെ വിളിച്ചു പറഞ്ഞു, കർത്താവ് അരുളി ചെയ്യുന്നു, നീ നിന്റെ ഏകജാതനെ പോലും ഒഴിവാക്കാതെ ഇത് ചെയ്തതിനാൽ ഞാൻ എന്നെ തന്നെ സത്യം ചെയ്തു പറയുന്നു, ഞാൻ നിന്നെ അനുഗ്രഹിക്കും. നിന്റെ സന്താനങ്ങളെ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെയും കടൽ തീരത്തെ മണൽ തരികൾ പോലെയും ഞാൻ വർദ്ധിപ്പിക്കും. നിന്റെ സന്തതികൾ തങ്ങളുടെ ശത്രുക്കളുടെ നഗരവാതിലുകൾ കൈവശമാക്കും. നീ എന്നെ അനുസരിച്ചതിനാൽ ഭൂമിയിലെ എല്ലാ ജാതികളും നിന്റെ സന്തതിയാൽ അനുഗ്രഹിക്കപ്പെടും. കർത്താവിന്റെ വചനം. പൃഥ്വിജന സങ്കീർത്തനം. കർത്താവെ, എന്നെ സംരക്ഷിക്കണമേ, എന്തെന്നാൽ അങ്ങിൽ ഞാൻ ശരണം വെച്ചിരിക്കുന്നു. കർത്താവെ, എന്നെ സംരക്ഷിക്കണമേ, എന്തെന്നാൽ അങ്ങിൽ ഞാൻ ശരണം വെച്ചിരിക്കുന്നു. എൻ്റെ അവകാശത്തിൻ്റെയും പാനപാത്രത്തിൻ്റെയും ഓഹരി കർത്താവാണ്. എൻ്റെ ബാധ്യതയും അങ്ങയുടെ കരങ്ങളിലത്രേ. കർത്താവ് ഇപ്പോഴും എൻ്റെ മുമ്പിൽ സ്ഥിതി ചെയ്യുന്നു. അവിടുന്ന് എൻ്റെ വലതുവശത്തുള്ളപ്പോൾ ഞാൻ തെല്ലും കുലുങ്ങുകയില്ല. കർത്താവേ, എന്നെ സംരക്ഷിക്കണമേ, എന്തെന്നാൽ അങ്ങനെ ഞാൻ ശരണം വെച്ചിരിക്കുന്നു. ആകയാൽ എൻ്റെ ഹൃദയം ആഹ്ലാദിച്ചു, എൻ്റെ മനസ്സ് ആനന്ദം കൊണ്ടു. അങ്ങയുടെ ആത്മാവിനെ പാതാളത്തിൽ തള്ളുകയില്ല, അങ്ങയുടെ നിർമ്മലൻ അഴിഞ്ഞു പോകാൻ അനുവദിക്കുകയുമില്ല. കർത്താവേ, എന്നെ സംരക്ഷിക്കണമേ, എന്തെന്നാൽ അങ്ങനെ ശരണം വെച്ചിരിക്കുന്നു. ജീവന്റെ വഴി അങ്ങനെയൊക്കെ കാണിച്ചു തരും. അങ്ങയുടെ സന്നിധിയിൽ സന്തോഷപൂർണതയും അങ്ങയുടെ വലതുവശത്ത് സദാ മാധുര്യവുമുണ്ട്. കർത്താവേ, എന്നെ സംരക്ഷിക്കണമേ,
അനുഗ്രഹിക്കണമേ.